ബുധനാഴ്ച രാവിലെ വോട്ടിംഗ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ബുധനാഴ്ച 7 മത്സരാർത്ഥികൾ നല്ല ടൈറ്റ് കോമ്പറ്റീഷനോട്ട് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. രാവിലെ വോട്ടിംഗ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 7 പേരിൽ ആര് വേണമെങ്കിലും ഇപ്പോൾ പുറത്താകാൻ സാധ്യതയുള്ളപ്പോൾ ആരായിരിക്കും ബിഗ് ബോസ് തുടരാൻ സാധ്യത നമുക്ക് നോക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റിസൾട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 7 പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റ് ഇതാ വീണ്ടും അനീഷേട്ടൻ തരംഗം സൃഷ്ടിച്ച് 1ാം സ്ഥാനത്തോട്ട് വന്നിരിക്കുകയാണ്. 51,887 വോട്ടുകളുമായിട്ട് അനീഷേട്ടൻ നേരിയൊരു മുന്നേറ്റം കാഴ്ചവെച്ച് ഒന്നാമതെത്തിയപ്പോൾ 2ാം സ്ഥാനത്ത് നേരിയ വോട്ടിംഗ് തകർത്ത് നേരിട്ട് അനുമോൾ പിന്തള്ളപ്പെട്ട് പോയിരിക്കുകയാണ്. 51,232 വോട്ടുകൾ സ്വന്തമാക്കാൻ മാത്രമേ അനുമോൾക്ക് സാധിക്കുന്നുള്ളൂ. നേരിയ ഡിഫറൻസേ ഉള്ളൂ അനുമോളും അനീഷേട്ടനും തമ്മിൽ. അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ അനീഷേട്ടോ അല്ലെങ്കിൽ അനുമോളോ അട്ടിമറി മുന്നേറ്റം നടത്തി വൻ ലീഡുകൾ ഉയർത്താം. 3ാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്നത് നൂറയുടെ മുന്നേറ്റം തന്നെയാണ്. കഴിഞ്ഞ മണിക്കൂറുള്ള കാര്യമായിരുന്നെങ്കിൽ ഇപ്പോൾ വീണ്ടും നൂറ ശക്തമായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. 44,825 വോട്ടുകൾ സ്വന്തമാക്കാൻ നൂറയ്ക്ക് സാധിച്ചപ്പോൾ 4ാം സ്ഥാനത്ത് ആരും നേരിയ തോതി പിന്തള്ളപ്പെട്ടുകൊണ്ടുണ്ട്. ഇരുവരുടെ വോട്ടിങ് നേരിയ ഡിഫറൻസേ ഉള്ളൂ. 43,150 വോട്ടുകളോളം ആരിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആരിന് ബിഗ് ബോസ് തുടരാൻ സാധ്യതകൾ കാണുമ്പോൾ 5ാം സ്ഥാനത്ത് മാറ്റമില്ലാതെ അക്ബർ തുടരുകയാണ്. അക്ബറിന്റെ വോട്ടിങ്ങിന് മാത്രമേ യാതൊരുവിധ മാറ്റങ്ങളും കാണുന്നില്ല. 38,154 വോട്ടുകൾ സ്വന്തമാക്കാൻ അക്ബറിന് സാധിച്ചപ്പോൾ 6ാം സ്ഥാനത്ത് സാഹുമോൻ മുന്നേറിയിരിക്കുകയാണ്. നെവിനെയൊക്കെ തകർത്തുകൊണ്ട് നേരിയ മുന്നേറ്റം കാഴ്ചവെച്ച് സാഹുമോൻ ഇപ്പോഴും സേഫ് ആകുവാൻ സാധ്യത കാണുന്നുണ്ട്. 34,692 വോട്ടുകൾ മാത്രം സാഹുമോനെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള 7ാം സ്ഥാനത്ത് നെവിൻ തുടരുകയാണ്. 33,756 വോട്ടുകൾ സ്വന്തമാക്കാൻ നെവിന് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നെവിൻ ഒരു മണിക്കൂർ അട്ടിമറികൾ നടത്തുമെന്നും പറയാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ്. അങ്ങനെ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ നെവിനും സാബുമാനും തന്നെയാണ് ഏറ്റവും പിന്തള്ളപ്പെട്ട് പുറകെ നിൽക്കുന്നത്. ഒരുപക്ഷെ ഒരു മണിക്കൂർ ഇവരുടെ പൊസിഷൻസ് മാറുമെന്ന് കണ്ടുവിനറിയേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് കാത്തിരിക്കുക നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂർ വോട്ടിങ്ങിനായിട്ടൊക്കെ. അപ്പോൾ ഇനി വോട്ടിംഗ് അവസാനിക്കുന്ന ദിവസവും മണിക്കൂറുകളും ബാക്കിയുള്ളതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ആരാണ് മികച്ച ഗെയിമർ, ആരാണ് ഹൗസിൽ തുടരാൻ ഡിസർവിംഗ് ആയിട്ടുള്ളത്, അവർക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ഒരു സീസണിൽ ആരായിരിക്കും കപ്പ് അടിക്കാൻ യോഗ്യനെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നുകൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.